ഇങ്ങനെ ഒന്ന് എത്തി നോക്കിയാൽ ആൻ്റപ്പനെ എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പനെ തല മാത്രം. ഇങ്ങനെയാണ് ആൻ്റപ്പനെ മുഖം കാണിക്കുന്നത്. ഇങ്ങനെ മുഖം കാണിച്ചാൽ മതിയോ? എൻ്റെ ആൻ്റപ്പനെ മുഖം കാണിക്കണമെന്ന്. പണ്ട് രാജാക്കന്മാരായിരുന്നു മുഖം കാണിക്കേണ്ടത്. ഇപ്പം ആൻ്റപ്പനെ മുഖം കാണിക്കണം. ഓ, അപ്പനെ ഇനി മുഖം കാണിച്ചില്ലെന്ന് വേണ്ട. ഇതിൻ്റെ ഇടയ്ക്കൂടെ ആൻ്റപ്പനെ നോക്കി ഇങ്ങനെ കാണാം. ആൻ്റപ്പനെ മുഖം കാണിക്കൽ ചടങ്ങാണേ. ഉണിഞ്ഞു നോക്കി ഇരിക്കാം. അപ്പൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ തല പതുക്കെ അങ്ങോട്ട് വലിക്കും. പിന്നെ അപ്പൻ എന്നെ കിട്ടുകയില്ല. ഇത് എന്നെ എലി പഠിപ്പിച്ച തന്ത്രമാണ്. എലിയുടെ വീടിൻ്റെ മുന്നേ തലയിട്ടുകൊണ്ട് വെളിയിലോട്ട് നോക്കിയിരിക്കും. ഞങ്ങൾ പൂച്ച ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എലി തലയങ്ങ് വലിക്കും. മാന്തിയാലും കടിച്ചാലും കുടിച്ചാലും ഒന്നും കിട്ടുകയില്ല. എലി മടയിൽ കയറി പറ്റാനും പറ്റുകയില്ല. അതുപോലെ എൻ്റെ അപ്പൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ വലിഞ്ഞു കയറുമെന്ന് എന്നെ പിടിക്കൂല. എന്നെ പിടിച്ച് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ ആൻ്റപ്പന് പറ്റുകയില്ല. ആൻ്റപ്പൻ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? എന്നെ നോക്കി തന്നെ ഇരിക്കുക. അവസരം കിട്ടി വെളിയിലോട്ട് വന്നിട്ട് എന്നെ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനാണ്. എങ്ങാണ്ട് കൊണ്ടുവന്നു സ്കൂൾ ബസ്സോ എങ്ങാണ്ട് ഇട്ടേച്ചാണ് ആൻ്റപ്പൻ്റെ ഇരിപ്പ. നടക്കൂലപ്പാ, എൻ്റെ പൊന്നപ്പാ, ആൻ്റപ്പാ, ഈ പണി നടക്കൂല. കുറിഞ്ഞിയുടെ അടുത്ത് നടക്കൂല ആൻ്റപ്പാ.